2 മാവേലി. കുടമുല്ലപ്പൂവേണം കുടമാറ്റം കാണേണം നാട്ടരയാൽ തണലിൽ ചെറുഗ്രാമം വേണം കുടമുല്ലപ്പൂവേണം കുടമാറ്റം കാണേണം നാട്ടരയാൽ തണലിൽ ചെറുഗ്രാമം വേണം. ഓണമിങ്ങെത്തി. എവിടെത്തി? നമ്മുടെ ബ്രില്യൻറ്റില്. ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ കുക്കർ, എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പഠിത്തം 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 തന്നെ, അങ്ങനെയാണെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനല്ല. ഓണത്തിന്റെ വൈബ് ബ്രില്യൻറ്റിൽ ഞങ്ങൾ പണ്ടേ തുടങ്ങി. അപ്പൊ ഇപ്പം ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാരിഗോൾഡ് ഹോസ്റ്റലിന്റെ ക്യാൻറ്റീനിലാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾ അടിപൊളിയായിട്ട് ഓണസദ്യ കഴിക്കുകയാണ്. നമ്മുടെ ഓണസദ്യയുടെ വൈബ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചാലോ. ഇവിടെ ഒരു വലിയ ഗ്യാങ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഞാനൊന്ന് നൈസായിട്ട് ചോദിക്കുക, എടാ പിള്ളേരെ ഫുഡ് എങ്ങനെയുണ്ട്? അപ്പൊ ഓണമൊക്കെ എവിടം വരെ ആയി? ഈ ബ്രില്യൻറ്റിൽ വന്നപ്പോഴേ ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആദ്യമായിട്ടല്ലേ വെക്കേഷൻ കിട്ടുന്നത് ബ്രില്യൻറ്റിൽ നിന്നും? ആക്ച്വലി നിങ്ങൾ ഈ കാണിക്കുന്നത് അതിന്റെ സന്തോഷം എങ്ങാനും ആണോ? എങ്ങോട്ടൊക്കെയാ പോകുന്നത്? സ്ഥലമൊക്കെ എവിടെയാ? എറണാകുളം, പാലക്കാട്, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ, എറണാകുളം, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കണ്ണൂർ, പാലക്കാട്, കോട്ടയം, ഇടുക്കി, എറണാകുളം, കൊല്ലം, തിരുവാതിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാറിക്കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഞാൻ ഈ കൂടുതലൊന്ന് കൂടിക്കോട്ടെ. നമ്മുടെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ആണോ? ഇത് പായസം ഏതാ? പാലട. അല്ല, നിങ്ങളുടെ മുഖത്തു നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫുഡിന്റെ. ഞാൻ ഫുഡ് അടിപൊളിയാണോന്ന് ചോദിക്കേണ്ട കാര്യമല്ലോ. അപ്പൊ ഓണം എവിടം വരെയായി? പിടിച്ചോ, നീ മൈക്ക് പിടിച്ചോ. പറ, ഓണം എവിടം വരെയായി?
ഓണം എന്നാ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, സത്യം പറഞ്ഞ ഒരു സ്കൂളിന്റെ വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടണത്. ഇപ്പൊ സദ്യ ആയിക്കോട്ടെ, കറികളൊക്കെ ആയിക്കോട്ടെ, എല്ലാത്തരം കറികളും ഉണ്ട്. പായസം ആണെങ്കിലും പാലട പായസം അടിപൊളിയാണൊന്നും പറയാനില്ല. ഇഞ്ചിക്കറി, ബാക്കി എന്താ പപ്പടം, ശർക്കരത്തി, കായവറുത്ത് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. നിങ്ങൾ ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു ഒരു കോച്ചിങ് സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഇല്ലില്ല, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അടിപൊളിയാണ്, വൈബാണ്. പിന്നെ ഓണം എങ്ങനെ അടിച്ചു പൊളിക്കാനാ തീരുമാനം? ഓണം ഇപ്പൊ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് അടിച്ചു പൊളിക്കാൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്നതിന് ശേഷം ആദ്യം കിട്ടുന്ന വെക്കേഷൻ ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു വൈബിനകത്ത് സെറ്റപ്പ് ആയി പോയെന്ന് തോന്നുന്നല്ലോ. കാരണം വെച്ചാല് അത് ശരിയാണ്, ഹോസ്റ്റൽ വൈബ് അങ്ങേറ്റ അടിപൊളിയാണ്. ആണല്ലേ? പക്ഷെ എനിക്കിപ്പോ ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങൾ പല സൈലന്റ് ആയിട്ട് വന്നിരുന്ന സദ്യ കഴിക്കുന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ നിങ്ങൾ അടിപൊളി വൈബാണ്. അടിപൊളി വൈബാണ്. അപ്പൊ ഇനി ബാക്കി എന്നാ സ്പെഷ്യാലിറ്റീസ് ഒക്കെ? ബാക്കി സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ഒരു സൈഡ്, വേറെ സൈഡ് നമ്മൾ വീട്ടിൽ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ബ്രില്യന്റ് ഓർഗനൈസ് ചെയ്ത ബസ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് ചിലവർ ഒരുമിച്ചാ പോകുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് ബ്രില്യന്റ് തന്നെ ബസ് ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രിപ്പ് മൂഡിലാണ് നിങ്ങൾ പോകുന്നതെന്നല്ലേ? ശരിയല്ലേ? അതായത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നു, അതിന്റെ ഒരു വൈബ് ഉണ്ട്. അതുകൂടാതെ ഒന്നിച്ച് പോകുന്നതിന്റെ ഒരു വൈബ്. അപ്പൊ ഇത്തവണ ഓണം നമ്മൾ തകർക്കും. അപ്പൊ നമുക്കിനി വേറൊരു ഗ്യാങ്ങിന്റെ അടുത്തോട്ട് പോവാം. അതെ, ഞാനിവിടെ ഇരുന്നോട്ടെ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഓണസദ്യയൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചു. നേരത്തെ ബ്രില്യന്റിന്റെ ഓണം സെലിബ്രേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരു വൈബായിരിക്കും, നമുക്കൊരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഓണസദ്യയുടെ കംപ്ലീറ്റ് ഒന്നും ഉണ്ടായിരിക്കുന്ന അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇത്ര ഡിഷസും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് എപ്പോഴാണ് അറിഞ്ഞത്? നിങ്ങളിപ്പം ഇപ്പൊ കുറച്ച് മുന്നേ മിസ് അനൗൺസ് ചെയ്തിരുന്നു ഓണസദ്യ ആയിരിക്കും, അപ്പൊ നമ്മൾ ടൈമിംഗ് അനുസരിച്ച് പോണോന്ന്. അപ്പോഴാണ് അറിയുന്നത് ഇത്ര വലിയ പരിപാടിയായിരിക്കും. അപ്പൊ എന്നാ ഇനി വീട്ടിൽ പോയിട്ട് ഓണത്തിന്റെ പരിപാടിയൊക്കെ? ഓണം കുറച്ച് ദിവസം എൻജോയ് ചെയ്യണം, പിന്നെ ബാക്കി ദിവസം പഠിക്കണം. മോഡൽ എക്സാം കാണുമായിരിക്കും. മോഡൽ എക്സാം ഉണ്ട്, അപ്പൊ അതിന് പക്ഷെ അതുകൂടെ തന്നെ ഓണം എൻജോയ് ചെയ്യണം. അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഓണസദ്യ? സൂപ്പറാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നോ ഇങ്ങനെ ഈ ഓണത്തിന് ഇങ്ങനെ ഒരു സദ്യയും പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും പ്രതീക്ഷിച്ചില്ല? അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കേൾക്കട്ടെ. ഇനി വീട്ടിൽ പോയിട്ട് എന്തായിരുന്നു പരിപാടി? അതായത് നിങ്ങളുടെ മുഖത്ത് എനിക്ക് തോന്നുന്നത് ഈ സദ്യയുടെ ഇറക്കി ശല്യപ്പെടുത്താതെ എന്നൊരു ഭാവമായിരിക്കും അല്ലേ? എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും നമുക്ക് പൊതുവേ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ഭയങ്കര ടൈറ്റ് ആണെന്നാണല്ലോ. ഇന്നലെ വരെ ടൈറ്റ് ആയിരുന്നു നമുക്കറിയാം, പക്ഷെ ഇന്ന് നല്ലൊരു ഫ്രീഡം ഇല്ലേ? ഓണം അടിപൊളിയല്ലേ അല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറ. നാട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാ? ഇവിടുത്തെ ബസ്, അതായത് ഇവിടുന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ്. എവിടെ വീട്? എവിടെ? അവിടെ ബ്രില്യന്റിന്റെ ഓണം സെലിബ്രേഷൻ ഒരു ടീം സെൽഫി എടുക്കുന്നുണ്ട്. നമുക്ക് ആ സെൽഫിയിലൊന്ന് പോയി ജോയിൻ ചെയ്താലോ? അതെ, ഞാനും കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്തോട്ടെ. നിങ്ങൾ ബ്രില്യന്റിന്റെ ഓണാഘോഷം സെൽഫി എടുക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു വീഡിയോ ആക്കുവാണെങ്കിൽ നമുക്കൊരു ഹാപ്പി ഓണം പറയാം. ഓക്കെ അല്ലേ? 3, 2, 1 ഹാപ്പി ഓണം. അപ്പൊ എങ്ങനെയുണ്ട് ബ്രില്യന്റിന്റെ ഓണം സെലിബ്രേഷൻ? ഓണം നമ്മളങ്ങനെ തകർത്ത് ആഘോഷിച്ചിരിക്കുമ്പോൾ നമുക്കിനി ഒരു ബോയ്സ് ഹോസ്റ്റലിന്റെ ഓണസദ്യയിലേക്ക് ഒന്ന് കടന്നു നിന്നാലോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യ? ഇപ്പൊ സെറ്റ്. പായസം വെച്ചോണ്ടോ? ഇനി അത് കുടിച്ചോണ്ട് സംസാരിക്കാം. അപ്പൊ എങ്ങനെയായിരുന്നു ഇത്? നിങ്ങൾ പ്രതീക്ഷിച്ചോ വൈകിട്ട് ഒരു ഓണസദ്യ? പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ഓണസദ്യയുടെ എല്ലാ ഒരു സെറ്റപ്പോടും ചേർത്താണല്ലേ ഓണസദ്യ. എല്ലാ സംഗതികളും ഉണ്ട്. ശരിക്കും ഓണസദ്യ ആണല്ലേ? ഇടപെടാൻ. അപ്പൊ നിങ്ങൾ ഏതോ ഹോസ്റ്റല്? ഏഞ്ചലോ? അപ്പൊ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിന്നും ഫ്രീ കിട്ടി തിരിച്ചു പോകുന്നതിന്റെ ഒരു സന്തോഷം ഒന്ന് പറ. ഞാൻ അന്നേരം പായസം കുടിക്കാം. നല്ല സന്തോഷമാണ്. വീട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അനിയനൊക്കെ വീട്ടിലുണ്ട്, അപ്പൊ കൊച്ചുകുട്ടിയാണ്. അപ്പൊ അതിപ്പോ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിൽ കാണും. അനീച്ചെന്ന് പറഞ്ഞ ചെറിയ ആളാ? ആണോ? 4 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇത്രയും കാലം ആദ്യമായിട്ടായിരിക്കും ഗ്യാപ്പ് അല്ലേ മാറി നിൽക്കുന്നത്? ആണോ? എന്നിട്ട് പിന്നെ ഈ ബ്രില്യന്റിൽ വന്നിട്ട് എന്തെങ്കിലും ഭയങ്കര മടുപ്പായിരുന്നു? നിങ്ങളുടെ മോഹൻലാൽ അങ്ങനെ മടുപ്പൊന്നും തോന്നുന്നില്ല ഇവിടെ നിൽക്കുന്നത്? അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നൈസാണ് അല്ലേ? ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ എനിക്ക് തോന്നുന്നത് മാവേലി നാടുവാണിയിടും കാലം പോലെ നമ്മളെല്ലാരും ഒന്നുപോലെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അടിച്ചു പൊളിച്ച് ബ്രില്യന്റ് എന്തായാലും വൈബല്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3, 2, 1 പറയാം. ഒരു ഹാപ്പി ഓണം പറയുമല്ലേ അല്ലേ? ഉറപ്പാണല്ലോ? 3, 2, 1 അപ്പൊ ബ്രില്യന്റിന്റെ ബോയ്സ് ഹോസ്റ്റലിന്റെ അടുത്ത ഒരു ഗ്യാങ്ങിന്റെ കൂട്ടത്തിലാണ് ഇന്ന് എന്റെ ഓണസദ്യ. മാത്രമല്ല നമ്മുടെ ജോണസൻ ചേട്ടൻ എനിക്കൊരു പായസം കൂടെ തന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഇവരുടെ വിശേഷം ചോദിക്കാം.
ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഞാൻ വന്നപ്പോ തൊട്ട് നീ കഴിച്ചോണ്ടിരിക്കാം, നീ എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അതെനിക്ക് തോന്നുന്നു. വീട് എവിടാടാ? എങ്ങനെയുണ്ടോ ബ്രില്യന്റിന്റെ ഓണം സെലിബ്രേഷൻ ഒക്കെ? ഓണം സെലിബ്രേഷൻ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. എങ്ങനെയൊന്നും ആയിരിക്കും നമ്മൾ വിചാരിച്ചില്ല. ഇല്ല അത് സദ്യ ഫുഡ് സൂപ്പറാ. എന്റെ പേരെങ്ങനെയാ? കാർത്തിക്. നാടെവിടാ? കോഴിക്കോട്. നാടെവിടാ? കണ്ണൂര്. അപ്പൊ എങ്ങനെയാ പോകുന്നത്? ഞാൻ ബസ്സിന് എവിടുത്തെ കാസർഗോഡ്. നമ്മള് ഞാൻ കണ്ണൂർ തന്നെ. എങ്ങനെയാ പോകുന്നത്? ഞാൻ ബസ്സിന് ബ്രില്യന്റ് ബസ്സിന്. അതായത് ബ്രില്യന്റ് എല്ലാരും ബ്രില്യന്റ് ബസ് തന്നെ എടുക്കുന്നത്. അത്യാവശ്യം. പേരെന്തോ? എൻ്റെ പേര് അദ്വൈത്. അദ്വൈതിന്റെ നാടെവിടാ? കാസർഗോഡ്. അങ്ങേയറ്റം. എൻ്റെ പേര് നവീൻ. നവീന്റെ നാടെവിടാ? കൊല്ലം പത്തനാപുരം. ഇപ്പുറത്തേക്ക്. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ ട്രിവാൻഡ്രം. അത് ഇങ്ങേയറ്റത്തെ സൈഡ്. അപ്പൊ കേരളം അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ. പേരെന്തോ? എന്റെ പേര് ആൽവിൻ. സ്ഥലം? തൃശ്ശൂർ. അപ്പൊ സാംസ്കാരിക നഗരമായി. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഞങ്ങളൊരു പാട്ട് പാടാൻ പോവാണേ. ഓക്കെ അല്ലേ? 3, 2, 1. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമുട്ടില്ലതാനും. അപ്പോ ഹാപ്പി ഓണം. ഇത് സംഗതി എനിക്ക് ലാഭമാണ്. ഒരു ഗ്ലാസ് പായസം, ചിപ്സും കിട്ടി. അപ്പൊ നമുക്ക് അടുത്തേക്കാണ്. എന്താ പേര്? രാഹുലിന്റെ നാടെവിടാ? ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. കണ്ണൂരിൽ നിന്ന്. ഇദ്ദേഹം നാടെവിടാ? പേരെന്തുവാ? മുബഷീർ. സ്ഥലമെവിടാ? കാസർഗോഡ്. അങ്ങേയറ്റം. മിൻഹാജ്. സ്ഥലമെവിടാ? പാലക്കാട്. പേരെന്തുവാ? ആദർശ്. ആലപ്പുഴ. ഇവിടെ പേരെന്തുവാ? സിറാജ്. എറണാകുളം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കറുമ്പി അന്തിക്കടം കമിഴ്ത്തി ഞാൻ ഇളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കല പുള്ളിക്കുയിലേ. ആഘോഷങ്ങൾ അങ്ങനെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്തേക്കാണ്. ഞാനൊന്ന് ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ ബ്രില്യന്റിന്റെ ഓണസദ്യ ആഘോഷിക്കുവാണ് അല്ലെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓണസദ്യയുടെ അതേ വൈബില് തന്നെ അല്ലേ? നിങ്ങളൊക്കെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ? ഈ ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാ നാട്ടിലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഈ സദ്യ കഴിയുമ്പോൾ ഓണം എന്നൊരു ഫീല് എന്താ പറഞ്ഞേ? എടാ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങള് കോട്ടയംകാർക്ക് ബോളി എന്താണെന്ന് അറിയത്തില്ല. തിരുവനന്തപുരത്തിന് ബോളി. അപ്പൊ നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. എടാ പേര്? കോട്ടയം തന്നെ. എന്റെ പേര് ഷാദില്. മലപ്പുറം. എന്റെ പേര് ആരോമൽ. തിരുവനന്തപുരം. എന്റെ പേര് ആകാശ്. സ്ഥലം എറണാകുളം. എന്റെ പേര് ഫാസിൽ. മലപ്പുറം. എന്റെ പേര് ജദീദ്. ഞാൻ മലപ്പുറം. എന്റെ പേര് ശിവശങ്കർ. ആലപ്പുഴ. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ നമ്മുടെ മഹാബലി പണ്ട് ഭരിച്ചിരുന്ന എന്ന് പറയുന്ന കേരളമില്ലേ, എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്ന ഒരു ഫീലല്ലേ നമുക്കിവിടെ അല്ലേ? കാരണം നമ്മളിവിടെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ, ഇവിടെ വന്നിരിക്കുന്നു ഒരുപോലെ. അതിന്റെ ഒരു വൈബൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ ചാടിക്കയറി ഡിഫെൻഡ് ചെയ്തപ്പോ നിങ്ങൾ ഇവിടെ അടിപൊളിയാക്കുന്നുണ്ടല്ലേ? അല്ലെ? വൈബാണ്. എടാ ഓണമൊക്കെയാണ്. ഓണപ്പാട്ട് എല്ലാവർക്കും ഒന്നും അറിയണം നിർബന്ധമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു പാട്ട് പാടുവാണെങ്കിൽ നമുക്കതൊന്ന് വൈബാക്കി നിർത്താം. അപ്പൊ ഞങ്ങളെ ഒരു പാട്ട് പാടാൻ പോവാം. കാരണം എല്ലാ ഗ്യാങ്ങിലും പാട്ട് പാടിയതുകൊണ്ട് വന്നിരിക്കുമ്പോഴേ ഇവർക്കൊരു പാട്ട് പാടണം എന്നൊരാഗ്രഹം. ലിറിക്സ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഞങ്ങളൊന്ന് നോക്കട്ടെ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. അങ്ങനെ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച നമ്മുടെ പിള്ളേര് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നുള്ള ആദ്യത്തെ വെക്കേഷൻ, നമ്മുടെ ഓണം വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വീടുകളിലേക്ക് പോകണം. അപ്പം നമുക്ക് അതിന്റെ ആവേശങ്ങളിലേക്ക് അങ്ങ് പോകാം. എന്താണ് ഈ കാണുന്നത്? KSRTC സ്റ്റാൻഡ്. തിരുമേനി, അത് ഞങ്ങളുടെ ബ്രില്യന്റിന്റെ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള വേറൊരു ആഘോഷം അല്ലേ ടീച്ചറെ? ബ്രില്യന്റ് മാത്രമല്ല, മുത്തോലിയുടെ തന്നെ ആഘോഷം. അതെ, അതായത് ഇന്നത്തെ ദിവസം മുത്തോലി സ്തംഭിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾക്ക് പോകാനായിട്ട് ബ്രില്യന്റ് സജ്ജീകരിച്ചിരിക്കുന്ന വാഹന വ്യൂഹമാണ് നമ്മുടെ ഈ ചുറ്റും നമ്മൾ ഈ കാണുന്നത്. തിരുമേനി, ഇവിടെ ഒരു മിനി പാല KSRTC. അതെ, മിനി പാല KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ബ്രില്യന്റിന്റെ മുറ്റത്തിന് ഇപ്പം ഒരു KSRTC ബസ് സ്റ്റാൻഡിനേക്കാളും സൈസ് ഉള്ളത് പോലെ ഉണ്ടല്ലേ?
KSRTC സ്റ്റാൻഡ് ഇവിടെ ഇടുന്ന പോലെയുണ്ട്. അതായത് തിരുമേനി, നമ്മുടെ കുട്ടികൾക്ക് പോകാനായിട്ട് 100ഓളം ബസ്സുകളാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 100ഓളം ബസ്സുകൾ എന്ന് പറഞ്ഞാൽ പോരാ, 52 KSRTC ബസ്സുകൾ, അതുകൂടാതെ ബ്രില്യന്റിന്റെ തന്നെ ബസ്സുകൾ, പോരാത്തതിന് ടൂറിസ്റ്റ് ബസ്. അപ്പോ തിരുമേനിമാരെ ചെറുതായിട്ടൊന്നും ഞെട്ടിയില്ലേ? ഇനി ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇനി നമ്മൾ ഈ ബസ്സിൽ കയറാൻ പോകുന്ന കുട്ടികളെ കാണാൻ പോവുക. അവരൊരു നമ്മുടെ ഒരു ട്രിപ്പിന്റെ മൈൻഡില് അല്ലെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ വെക്കേഷൻ അവർക്ക് കിട്ടുന്നതാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എല്ലാ കുട്ടികളുടെയും. അപ്പൊ നമുക്കിനി ആ കുട്ടികളുടെ സന്തോഷത്തിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ബ്രില്യന്റിന്റെ ഓണാഘോഷം അങ്ങനെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം നമ്മുടെ കുട്ടികൾ ഇന്ന് നാട്ടിലേക്ക്, അതായത് ആദ്യത്തെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് നാട്ടിലേക്ക് പോകുന്ന തിരക്കുകളാണ്. ഒപ്പം നമ്മുടെ മാവേലി ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബ്രില്യന്റിന്റെ ഓണാഘോഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ? പിള്ളേരെ, നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ കുട്ടികള് വീട്ടിലേക്ക് പോകാനുള്ള ആവേശത്തില്, ഇന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വെക്കേഷൻ കിട്ടുവാണ്. അപ്പൊ അതിന്റെ ആവേശത്തിൽ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഈ കുട്ടികളോട് വീട്ടിൽ പോയിട്ടുള്ള ഓണാഘോഷങ്ങളെ കുറിച്ചും അവരുടെ ഈ ഒരു എക്സൈറ്റ്മെന്റിനെ കുറിച്ചും നമുക്ക് ഒന്ന് ചോദിക്കാം. അപ്പോ വീട് എവിടെ? കോട്ടയം. ഇവിടെ തന്നെ. അപ്പൊ വീട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും നിങ്ങൾക്കില്ല? വീട്ടിൽ പോയിട്ട് കുറെ നാളായി, പക്ഷെ തൊട്ടടുത്തല്ലേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യന്റിന്റെ ഓണാഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പൊ എപ്പോഴാ വീട്ടിൽ പോകുന്നത്? ഇപ്പൊ പോവാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് റിപ്ലൈ ഓണാഘോഷിക്കണം. നിങ്ങൾ പറയണം ഓണാഘോഷിക്കണം എന്ന്. അപ്പൊ നമ്മൾ പറയും പഠിക്കണം എന്ന്. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ മാവേലിക്ക് ഒരു ഓണാശം പറഞ്ഞ്. ഓണമൊക്കെ എന്തായി? അടിപൊളി. വീട് എവിടാ? കോഴിക്കോട്, പാലക്കാട്, വയനാട്, കണ്ണൂര്. അപ്പൊ വടക്കോട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ എങ്ങനെയാ പോകുന്നത്? ട്രെയിനാണ് പോകുന്നത്. ഇവിടുന്ന് ബ്രില്യന്റ് ഇവിടുത്തെ KSRTC ബസ് ഉണ്ട്. എങ്ങനെയാ പോകുന്നത്? ട്രെയിനാണ് പോകുന്നത്. നിങ്ങൾ ഇത്തിരി മാറി നിൽക്കല്ലേ, നിങ്ങൾ ഇത്തിരി കൂടെ അടുത്ത് നിൽക്ക്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നത്? നമ്മുടെ ബ്രില്യന്റിന്റെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ ഉണ്ടോ? സദ്യ കഴിച്ചു. അപ്പൊ ഇനി പോയിട്ട് ഓണം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും പഠിക്കണമെന്ന്. ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാണ് നമ്മുടെ സ്വന്തം മാവേലി. അപ്പം മാവേലി മന്നന് ഒരു ഓണാശംസ പറഞ്ഞേ. അപ്പൊ എവിടെയാണ് വീട്? തൃശ്ശൂര്. തിരിഞ്ഞിരിക്കുന്ന ആൾ എവിടെ വീട്? കായംകുളം, കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം. എങ്ങനെയാ പോകുന്നത്? ബ്രില്യന്റിന്റെ ബസ് അല്ല, നമ്മുടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്. നമ്മളെങ്ങനെ പോകുന്നത്? ട്രെയിൻ. ആദ്യത്തെ വെക്കേഷൻ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റിന്റെ ഓണാഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ മാവേലിക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. പോരാ, അടിപൊളിയായിട്ട് പറഞ്ഞേ. അപ്പോൾ തിരുമേനി, നമ്മുടെ കുട്ടികൾ ബ്രില്യന്റിൽ നിന്നും ആദ്യത്തെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് അവരുടെ സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെച്ചാലോ? അപ്പോൾ നിങ്ങൾ ഓണം വെക്കേഷൻ ആഘോഷിക്കാൻ വീട്ടിലോട്ട് പോവാണ്. എവിടെ വീട്? കോഴിക്കോട്. എവിടെ വീട്? കോഴിക്കോട്. മലപ്പുറം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സെറ്റപ്പൊക്കെ കാണുന്നത് അല്ലേ? ഒരുപാട് ബസ് ഒന്നിച്ച് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾക്കൊരു ട്രിപ്പിൻ്റെ ഒരു മൂടൊക്കെ വരുന്നുണ്ടോ? ഒന്നാമത്തെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാവേലിക്ക് ഒരു ഹാപ്പി ഓണം പറയാമോ? താങ്ക് യു. നമ്മളിപ്പം ബ്രില്യന്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. നമ്മുടെയൊക്കെ പിള്ളേർ, ബ്രില്യന്റിലെ സ്വന്തം പിള്ളേരെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്ക് പോവുക. അപ്പോൾ 2 സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് അവരുടെ ഓണവിശേഷങ്ങൾ എന്താന്ന് വിത്ത് മാവേലിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ്, പേരെന്താ? കൃപ. നന്ദന. അപ്പം എത്ര നാൾക്ക് ശേഷമാണ് ഇപ്പൊ വീട്ടിലോട്ട് പോകുന്നത്? 2 മാസം. 2 മാസത്തിന് ശേഷം. മോളോ? 3 മാസം. 3 മാസം. അപ്പം ഇവിടെ വന്നേ പിന്നെ വീട്ടിലോട്ട് പോയിട്ടില്ല? പെട്ടെന്ന് വന്ന എക്സാം ടൈം അല്ലേ, അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല. ഇപ്രാവശ്യം പോയാൽ 2 ദിവസമെങ്കിലും മിനിമം എൻജോയ് ചെയ്യാമല്ലോ. ആഫ്റ്റർ എ ലോങ് ടൈമാണ് വീട്ടിലോട്ട് പോകുന്നതല്ലേ? അപ്പൊ വീട്ടിലോട്ട് പോകുമ്പോൾ ആദ്യം എന്താ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്? അമ്മ എന്തുണ്ടാക്കി തരണോന്ന് ആഗ്രഹം? സദ്യ തന്നെ, നല്ല അടിപൊളി പായസമൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് കഴിക്കുക.
പിന്നെ മോളുടെ മനസ്സിൽ എന്താണ് പുള്ളിയുടെ പൊട്ടിരിക്കുന്നത്? ഏതാഗ്രഹമാ? അങ്ങനെ ഒന്നുമില്ല, വീട്ടിൽ പോവാ, അമ്മയെ കാണുക. അമ്മേനെ കണ്ടാ മതി, അമ്മേനെ കണ്ടാ ശരിയാവും, വേറെ ഫുഡൊന്നും വേണ്ട. ഇപ്പൊ അമ്മ എന്തുണ്ടാക്കി തന്നാലും നല്ലൊരു സേമിയ പായസം വീട്ടിൽ എത്തിയാൽ മതി, വീട് തന്നെ സ്വർഗ്ഗം. മിസ്സേ, അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരും കിട്ടിയേക്കുമല്ലേ? നമുക്ക് ഓണമായിട്ട് വെറുതെ വിടുന്നത് ശരിയാണോ? കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വിടാനായിട്ട്. വീട് വരെ അവർ ഓർത്തിരിക്കണം. അപ്പൊ മിസ്സേ, നമുക്കൊരു കളി കളിച്ചാലോ? ഞാൻ എന്ത് ചോദിച്ചാലും, ഞാനും മിസ്സും എന്ത് ചോദിച്ചാലും പാ വെച്ച സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. മിസ്സേ, ഒരു ചോദ്യം അങ്ങ് ചോദിച്ചേ. എന്താണ് പേര്? പാർവതി. പത്മിനി. എവിടെയാണ് വീട്? പത്തനംതിട്ട. പാലക്കാട്. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? പായസം, പപ്പടം. പത്മിനിയും പാർവതിയും കൂടെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്ക് എങ്ങനെയാ പാർവതി പോകുന്നേ? ഏത് പാലത്തിൽ കൂടെ നടക്കാൻ പോകുന്നേ? പത്തനംതിട്ട പാലം. അപ്പൊ വീട് പത്തനംതിട്ടയിലാണ്? അതെ. അതെ അതെ. സ്റ്റിൽ ഇപ്പോഴും പത്മിനി നിൽക്കുവാണ്, പത്മിനി ബാറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ പത്മിനിയുടെ വീട് പത്തനംതിട്ടയിലാണ്? അതെ. പത്തനംതിട്ട എവിടെയായിട്ടാ? ഞാൻ അതേന്ന് പറഞ്ഞു. ശരി, ഞാനേ അറിഞ്ഞില്ല. അതേന്ന് പറഞ്ഞു. രണ്ടുപേരും ഔട്ടായിട്ടുണ്ട്. എന്നാലും കുറച്ച് പോരാടി കേട്ടോ. അപ്പൊ പത്മിനിയും പാർവതിയും പൊളിയാണ്, സൂപ്പറായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലൊരു ഓണം ആഘോഷിച്ച് സൂപ്പറായിട്ട് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരണം കേട്ടോ. ഹാപ്പി ഓണം. ബ്രില്യനിലെ എല്ലാ സ്റ്റുഡൻസിനും ഫാക്കൽറ്റീസിനും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തിരുമേനി, ബ്രില്യന്റിനുള്ളിൽ ഒരു KSRT സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുമേനി വിശ്വസിക്കുന്നു? ഇല്ല, സാധാരണ അങ്ങനെ ഒരു ബ്രില്യന്റ് നമ്മുടെ ഒരു സ്ഥാപനത്തിലുള്ള ഒരു KSRT സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പം അത്ര പ്രതീക്ഷിക്കുന്നില്ല, ശരിയല്ലേ? നമ്മുടെ പാലക്കാട്ടേക്കുള്ള പിള്ളേരെ കൊണ്ടുപോകാനുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ് നമ്മുടെ ബ്രില്യന്റിനുള്ളിൽ കിടപ്പുണ്ട്. അതിൽ കുട്ടികളെല്ലാം തയ്യാറായിരിക്കുവാണ് പോകാനായിട്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയാലോ? ഇതാ പിള്ളേരെ, വെക്കേഷൻ ആഘോഷിക്കാൻ പോവല്ലേ? ഹാപ്പി അല്ലേ? എല്ലാരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ? അപ്പൊ നിങ്ങളെ കാണാൻ നമ്മുടെ ബ്രില്യന്റിന്റെ മാവേലി തമ്പുരാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും മാവേലി തമ്പുരാൻ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട് ബ്രില്യന്റിന്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ് ഒക്കെ? അടിപൊളിയാണ്. നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചോ ഒരു KSRTC ബസ്സിനകത്ത് നമ്മുടെ ബ്രില്യന്റിനുള്ളിൽ നിന്ന് തന്നെ കയറി പോകാൻ പറ്റുമെന്ന്? ഒരു ബസ് സ്റ്റോപ്പിൽ കയറി പോകണ്ട, ശരിയല്ലേ? എല്ലാം അടിപൊളിയല്ലേ? ഇങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിച്ചിരുന്നോ? അപ്പൊ ഈ ഓണം സ്പെഷ്യൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ തമ്പുരാന് വേണ്ടി നിങ്ങളൊരു പാട്ട് പാടുന്നോ? 3, 2, 1 സ്റ്റാർട്ട്. തുമ്പപ്പൂവേ നിന്റെ ക്കാൻ മാറ്റേറും കോടിയുടുത്ത തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ, തേൻ കിളിയാലെ പൂച്ചൊരിയൂ നീ, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ. ഓണം വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവല്ലേ? ഇതൊരു ടൂറിസ്റ്റ് ബസ് ആണല്ലേ? വൈബ്, ഒരു ട്രിപ്പ് മൂടാണല്ലേ? അന്നേരം നിങ്ങളുടെ മുഖം ഒന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതെ, ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ടേ. അതായത് ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ മാവേലി തമ്പുരാൻ വന്നിട്ടുണ്ട്. ഒന്ന് കൈ എടുക്കടാ. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഓക്കെ,
മാത്രമല്ല അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ കൂട്ടത്തിൽ ഒരു അഴകിയ തമിഴ് മകൻ കൂടി ഇരിപ്പുണ്ട്. ഉന്നോட പേര് കെവിൻ. கெவின் உங்களோட ஸ்தலம் கோயம்புத்தூர். அந்த கேரளா எப்படி இருக்கு? நல்லா இருக்கு. கேரளாவில் இதுக்கு முன்னாடி வந்திருக்கா? வரல. இதுக்காக மட்டும் பிரில்லியன்ல நீட் ரிப்பீட் பண்றதுக்கு எப்படி இருக்கு பிரில்லியன்? பிரில்லியனோட ஓணம் செலிப்ரேஷன் எப்படி இருந்துச்சு? நல்லா இருந்துச்சு. இந்த ட்ரிப் எல்லாம் இதுக்கு ஒரு ட்ரிப் மோடு வருது இல்ல? என்னோட தமிழ் எப்படி இருக்கு? நல்லா இருக்கு. இந்த ஒரு ஹாப்பி ஓணம் சொல்லட்டுமா? டேய் നമ്മുടെ അഴകിയ തമിഴുക്ക് ഒരു ഹാപ്പി ഓണം ചൊല്ലുക. ഹാപ്പി ഓണം. ഹായ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? എന്താണ് പരിപാടി ഇന്ന് ഇവിടെ? എന്താണ് നടക്കുന്നത്? ഞങ്ങൾ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോവാണ്. എല്ലാരും എക്സൈറ്റഡ് ആണോ വീട്ടിൽ പോകാനായിട്ട്? എവിടെയാ വീട്? ആലപ്പുഴ. എല്ലാരും ആലപ്പുഴക്കാരാണോ? ദേ നിൽക്കുന്നു നമ്മുടെ മാവേലി. മാവേലിയോട് എന്താ പറയാനുള്ളത്? ഹാപ്പി മാവേലി ഇത്ര നാൾ എവിടെയായിരുന്നു? പാതാളത്തിലായിരുന്നു. എന്തൊക്കെയാണ് വീട്ടിൽ പോയിട്ടുള്ള പരിപാടികൾ? വീട്ടിൽ പോയിട്ടൊന്ന് പഠിക്കാം. അതെ അതെ. വന്നിട്ട് നമ്മൾ പഠിക്കാല്ലോ വന്നേ. വീട്ടിൽ പോയിട്ടും പഠിക്കണം. എന്തൊക്കെയാണ് പരിപാടികൾ? ചെറുതായിട്ട് പഠിക്കണം, ചെറുതായിട്ട് പഠിക്കണം, വലുതായിട്ട് കഴിക്കണം അല്ലേ? ഓണമാണെങ്കിൽ സദ്യയാണ് ഇമ്പോർട്ടന്റ്. എല്ലാരും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്കണം. ഈ മിന്നാട്ടം മിന്നും കണ്ണിൽ പൊന്നാരം കണ്ടു പെണ്ണേ. അപ്പൊ നമ്മുടെ കുട്ടികളെ വീടുകളിലേക്ക് സേഫ് ആയിട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ KSRTC സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്കൊരു KSRTC ഡ്രൈവർ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തുവാ? ബിജു. ചേട്ടാ, ഇത് എങ്ങോട്ടേക്കുള്ള ട്രിപ്പാണ്? തൃശ്ശൂരേക്കുള്ള ട്രിപ്പാണ്. അപ്പൊ ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നോ ഈ ബ്രില്യൻറ്റിൽ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം? എല്ലാ കൊല്ലം തന്നെ ഉണ്ടാകുന്നതാണല്ലേ? അപ്പൊ ഇതിങ്ങനെ നമ്മൾ ബ്രില്യൻറ്റിൽ വന്ന് കുട്ടികളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് അതാത് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ. അത് ഇപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് റൂട്ട് സർവീസ് ആയിട്ട് നടത്തുന്നുണ്ടോ ഇതിപ്പം? ഇതിനൊപ്പം ഇല്ല. ഇത് നമ്മുടെ ബ്രില്യൻറ്റിലെ പിള്ളേർക്ക് വേണ്ടി മാത്രം അങ്ങനെ അങ്ങ് പോയി അതായത് അവർക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലെല്ലാം നിർത്തി പോകും. ഇവർ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിലെല്ലാം നിർത്തും. അപ്പൊ അതായത് ഒരു പ്രൈവറ്റ് ടാക്സി വിളിച്ചിട്ട് പോകുന്ന പോലെ തന്നെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ഫോർ. അപ്പം നമ്മുടെ പിള്ളേരെ നമ്മുടെ വീടുകളിലേക്ക് സേഫായിട്ട് വിടുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. അതായത് അത് നമുക്കറിയാലോ, അതിൻ്റെ ഒരുപാട് റിസ്ക് എലമെൻറ്റുകളുണ്ട്. ഇത് നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹോൾ ബ്രില്യൻറ്റ്, അതായത് ബ്രില്യൻറ്റിലെ എല്ലാ സ്റ്റാഫുകളും, ടീച്ചേഴ്സ് ആവട്ടെ, ഓഫീസ് സ്റ്റാഫുകളാകട്ടെ, എല്ലാവരും ഇതിനൊപ്പമാണ് നിൽക്കുന്നത്. അതാണ് നമ്മുടെ കോർഡിനേറ്ററിൻ്റെ വിജയം. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാരഥികൾ, നമ്മുടെ ഡയറക്ടേഴ്സ്, സാറന്മാരിതാ ഇതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നോക്കി. ഇതാ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് ഇത്ര സേഫായിട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പം ഒരു ഓണക്കാലം കൂടെ വരുവാണ്. അപ്പൊ വിദ്യാർത്ഥികളോട് സാറിന് എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? ഓണം ആഘോഷിക്കുക, അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക. ഫാമിലി ഉണ്ട്. അതായത് അദ്ദേഹം നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ കൂട്ടാമെന്ന അതിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു പടപ്പുറപ്പാടൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നമുക്ക് ആ ഫാമിലിയോട് ഒന്ന് സംസാരിക്കാം. പേരെങ്ങനെയായിരുന്നു? രാജീവൻ. ഇദ്ദേഹമാണ് സ്റ്റുഡൻറ്റ്. അലന. ഏത് ബാച്ചായിരുന്നു? റിപ്പീറ്റർ IIT ബാച്ചാണ്.
അപ്പൊ എന്ത് തോന്നുന്നു നമ്മുടെ ഈ ബ്രില്യന്റിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കണ്ടിട്ട്? നല്ലൊരു അറേഞ്ച്മെന്റ് ആണ്. കുട്ടികൾക്ക് വളരെ എല്ലാ കുട്ടികളും നല്ല ആവേശത്തിലാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് വണ്ടിയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്? അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് തന്നെ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വെക്കേഷന് ഒരുപക്ഷെ നിങ്ങൾ വരേണ്ട ഒരു അത്യാവശ്യം ഇല്ല എന്നൊരു തോന്നുന്നുണ്ടോ? തോന്നുന്നത് കാരണം കുട്ടികൾക്ക് തന്നെ ഒരു സെൽഫായിട്ട് ആ കുട്ടികളെ എല്ലാവരും ചേർന്നിട്ട് വരുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ. അതെ അതെ അതെ, ഇതാണ് നമ്മുടെ മാവേലി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുമാണ്. അപ്പോൾ ഇവിടെ സേഫ് ആണ് എന്നുള്ളൊരു കാര്യത്തിലൊരു കൺഫർമേഷനൊക്കെ ആയില്ല. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യന്റിന്റെ ഓണാഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. പ്രതീക്ഷയായിരുന്നു ഇങ്ങനത്തെ ഒരു ഓണാഘോഷം? ഇല്ല, ഇത് പെട്ടെന്ന് ഒരു ഞെട്ടലായി പോയി. കാരണം നമ്മൾ സ്റ്റുഡിയസ് ആയിരിക്കും അല്ലെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ഉണ്ടായിരിക്കും എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് തിന്നത് പെട്ടെന്ന് ഒരു ഓണാഘോഷമൊക്കെ ആകുമ്പോഴത്തേനും ഒരു സ്പെഷ്യാലിറ്റി ആണല്ലേ? ഇവിടുത്തെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വീടെവിടാ? കോഴിക്കോട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഇതെങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക്? ബ്രില്യന്റിന് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സിലാ? ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? അടിപൊളിയല്ലേ? ഇത്രയും ബസ്സൊക്കെ നിങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ശരിയല്ലേ? എല്ലാവരും കൂടെ ഒരു ബസ്സിനാണോ പോകുന്നത്? എല്ലാവരും കൂടെ വേറെ വേറെ ബസ്സിനാണ് പോകുന്നത്. ഒന്നിച്ചായിരുന്നെങ്കിലോ? ഒന്നിച്ചായിരുന്നെങ്കിൽ രസമായിരുന്നല്ലേ? എന്നിരുന്നാലും ഒരു ബസ്സിൽ പോകുന്ന ആ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. അപ്പം ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് വരിക. ഇത് നമ്മുടെ സ്വന്തം മാവേലി. നമ്മുടെ മാവേലിക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അതിനെത്ര സൗണ്ട് ഇല്ലായിരുന്നു? ഒന്നുകൂടെ ഒരു ആവേശം പറഞ്ഞേ. ബ്രില്യന്റിന്റെ ചങ്ക് പിള്ളേര് 10 ദിവസത്തെ അവധിക്ക് വേണ്ടി ഇപ്പൊ നാട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ ഒരു ബസ് കയറിയിരിക്കുവാണ്. നമുക്ക് കുറെ പിള്ളേരുണ്ട് നമ്മുടെ ഈ വണ്ടിയില്. അപ്പൊ മക്കളെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് പേരോട് ചോദിക്കാം ഈ അവസരത്തിൽ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. ഹായ് മോളെ, എന്താ പേര്? എന്ത് തോന്നുന്നു? 3 മാസത്തിന് ശേഷമല്ലേ വീട്ടിൽ പോകുന്നത്? എന്ത് ഫീൽ ചെയ്യുന്നത്? സന്തോഷമുണ്ട്. അത് മുഖത്ത് നന്നായിട്ട് കാണാനുമുണ്ട്. അപ്പം അടുത്തിരുന്ന് സന്തോഷിക്കുന്ന ആൾക്ക് എന്താ തോന്നുന്നത്? അത് സന്തോഷം തന്നെ. വീട്ടിൽ പോകുമ്പോഴത്തേക്കും അമ്മയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് ഡിഷൊക്കെ ഉണ്ടാക്കി വെക്കാനാ പറഞ്ഞത്? കുറെ നാളായില്ലേ വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പെഷ്യൽ എന്തെങ്കിലും? നാടൻ ഐറ്റത്തിനോടാണ് താല്പര്യം. ഇവിടെയോ? സദ്യ ഇരിക്കട്ടെ. അവിടെയോ? സദ്യയില് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? സദ്യ ഇഷ്ടപ്പെട്ട ആളോട് ഞാൻ ചോദിക്കും. പപ്പടത്തെ സ്നേഹിച്ച പെൺകുട്ടി. അപ്പൊ ഇയാളോ? ചിപ്സ്. അപ്പൊ ഇനി അടുത്ത ആളോട് ഞാൻ ചോദിക്കാം. മോളുടെ പേരെന്താ? ആരാധ്യക്ക് ഓണത്തിനെ പറ്റി പറയുമ്പോ ആദ്യം എന്താ ഓർമ്മ വരുന്നത്? ഓർമ്മ വരുന്ന അത്തം, പിന്നെ വീട്ടില് ഭയങ്കര കളർഫുൾ ആണ് ഓണം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ, ഗ്രാൻഡ് മദർ. അപ്പൊ എല്ലാരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുക. അപ്പൊ മോളുടെ പേര്? ജസ്നയ്ക്ക് ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? സദ്യ. ഓർമ്മകളൊന്നും ഇല്ലേ ഓണത്തിനെ പറ്റി? സ്കൂളിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉള്ളു. ബ്രില്യന്റിന്റെ അത്തപ്പൂക്കളം കണ്ടോ? കണ്ട്. അപ്പൊ വീട്ടില് എങ്ങനെയാ ഓണാഘോഷമൊക്കെ? നല്ലതായിട്ട് എല്ലാം അത്തവിട്ട് സദ്യ എല്ലാം ഉണ്ട്. നല്ല രസം. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? വീട്ടിൽ പോവാ ഓണം വെക്കേഷനായിട്ട്. ഭയങ്കര സന്തോഷം. വീട്ടിൽ പോവാ. പേരെങ്ങനെ എല്ലാവരുടെയും? അനുപമ. പാർവതി. അലീന. ഉണ്ടോ? എല്ലാരും ഈ ബസ് എങ്ങോട്ടേക്കാ പോണേ? കൊല്ലം കുണ്ടറ. ഓക്കെ. എല്ലാരും കൊല്ലംകാരാണല്ലോ. എങ്ങനെ പോകുന്നു? എവിടം വരെ ആയി ഓണാഘോഷങ്ങളൊക്കെ? സൂപ്പറാ. വീട്ടുകാരെല്ലാം സെറ്റാ. ഇനി വീട്ടിൽ പോയി ആഘോഷിച്ചാൽ മാത്രമേ. വീട്ടിൽ ചെന്നിട്ട് ആഘോഷിക്കണം. എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. എന്തൊക്കെയാ വീട്ടിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? എന്താണ് ഫുഡൊക്കെ തന്നെ മെയിൻ. എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ബിരിയാണി. ഓണത്തിന് ബിരിയാണിയോ? അല്ല, അങ്ങനല്ല. അതിപ്പം ചെന്നുടനെ. പിന്നെ ഓണത്തിന് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഓണ സദ്യയിൽ ഏറ്റവും ഇഷ്ടം ഏതാ? സദ്യയിൽ പായസമാണ് ഏറ്റവും ഇഷ്ടം സദ്യയിൽ. എന്തിനാ മധുരം ഉള്ളതുകൊണ്ടാണ്? അല്ല, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പായസം തന്നെ. എല്ലാം കഴിക്കുന്ന കുട്ടിയാണ്. ഓക്കെ. ഇവിടെയൊക്കെ ചോറും പരിപ്പും പപ്പടം. ഒരു വലിയ ലിസ്റ്റ് തന്നെ. ചോറ്, സാമ്പാറും, മാങ്ങച്ച. എല്ലാവർക്കും സദ്യയിലെ എല്ലാ ഡിഷസും ഒന്നും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അല്ലേ?
പക്ഷെ മെയിൻ ആയിട്ടും ഇതൊക്കെയാണ് ഇഷ്ടം. സോ എല്ലാവരും ഓണത്തിനൊക്കെ വീട്ടിലൊക്കെ പോയി നല്ലതായിട്ട് അടിച്ചു പൊളിക്കാം കേട്ടോ. നമുക്ക് മിസ്സിന്റെ അടുത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. പക്ഷേ ഓണമായിട്ട് ഒരു ഓണപ്പാട്ട് വേണം. അതെനിക്ക് നിർബന്ധം. എനിക്കൊരു പാട്ട് കേൾക്കണം. പക്ഷെ ഒരാളെ സെറ്റ് ചെയ്തേ. ആരാണ് പാട്ട് പാടുക? ഇവിടെ തരട്ടെ. ആ അപ്പൊ പാടിക്കോ. ബാക്കി എല്ലാരും കൂടെ കൂടണേ. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അതൊക്കെ നല്ല പാട്ടായിരുന്നു കേട്ടോ. നന്നായിരുന്നു. അപ്പൊ എല്ലാരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടല പലനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടല. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അടുത്ത നമുക്കിതേ 3 മാസത്തെ ബ്രില്യന്റിന്റെ പഠിത്തത്തിന് ഒരു ചെറിയ ഇടവേളയിട്ട് അങ്ങ് ദൂരം മാനന്തവാടിയിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളെ തിരിച്ച് നമ്മുടെ KSRTC ബസ്സിന് മാനന്തവാടിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ട്രിപ്പിലെ കുട്ടികളുടെ അവരെല്ലാവരും തയ്യാറായിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഒരു 5 മിനിറ്റ് മേടിച്ച് അവരുടെ വിശേഷങ്ങളും കൂടെ ഒന്ന് കേൾക്കാം. പിള്ളേരെ ഇതെങ്ങോട്ടേക്കാ? കേട്ടില്ല. മാനന്തവാടി. അത്രയും ദൂരെ നിന്ന് ബ്രില്യന്റിൽ വന്ന് പഠിക്കുന്ന പിള്ളേരാണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റിലെ ഈ 3 മാസം? അടിപൊളിയായിരുന്നു. ബ്രില്യന്റിന്റെ ഓണാഘോഷം അടിപൊളിയായിരുന്നു. ആ പിന്നെ ചോദിക്കട്ടെ, എപ്പ എത്തും വീട്ടില് നിങ്ങള്? രാവിലെ എത്ര മണിക്ക്? 5 മണിക്ക്. അപ്പൊ എല്ലാരും ഇന്ന് ഈ ബസ്സിൽ കിടന്നൊന്ന് ഉറങ്ങും. രാവിലെ നേരം വെളുക്കുമ്പോ നമ്മുടെ വീട്ടില്. ഓ അതിന്റെ സന്തോഷമാണല്ലേ എല്ലാവർക്കും. അപ്പോ ഓണത്തിന് വീട്ടിൽ പോയിട്ട് വരുമ്പോ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരുവോ? ആ ഓക്കെ. അപ്പോ എല്ലാരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. സന്തോഷത്തോടു കൂടി പോയിട്ട് വരിക കേട്ടോ. വരുമ്പോ എക്സാം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഓർക്കണേ. പഠിക്കുന്ന കാര്യം മറക്കല്ലേ. അപ്പൊ ഓണമൊക്കെ അടിച്ചു വിളിക്കുക. ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ ഏറ്റവും ദൂരേക്ക് പോകുന്ന ബസ്സാ. ഡബിളറെ എങ്ങോട്ടേക്കാ?
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.